കുറിച്ചുള്ള ചിന്തയും നമ്മൾ സ്വർഗത്തിലാണ് എന്നും നമ്മൾ ദൈവത്തിൻ്റെ ആ അക്ഷയമായ നിധിയെക്കുറിച്ച് ചിന്തിച്ചാൽ മാത്രമേ ഇതൊക്കെ ഉണ്ടാവുള്ളൂ. എന്നോട് വിരോധമൊന്നും വിചാരിക്കരുത് കേട്ടോ. ഞാനിത് നിങ്ങളുടെ നന്മയ്ക്ക് വേണ്ടി പറയാണ്. നിങ്ങളെ അങ്ങ് കട്ട് ചെയ്തോണം, കംപ്ലീറ്റ്ലി കട്ട് ഓഫ്. വീടും നാടും വീട്ടുകാരുമായിട്ട് കട്ട് ഓഫ് ചെയ്യാനുള്ള വിളിയാണ് നിങ്ങളുടെ. നിങ്ങളത് വെച്ച് പുലർത്തിക്കൊണ്ടിരിക്കരുത്. അവർ വിളിക്കുകയും പിടിക്കുകയും ചെയ്യും. യു മസ്റ്റ് പ്രൂഡൻ്റ്ലി അവോയ്ഡ് ഇറ്റ്. ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ നമ്മുടെ ആത്മീയതയ്ക്ക് അതൊന്നും ഒരു ആത്മീയതയേ അല്ല. ഇറ്റ് ഈസ് കംപ്ലീറ്റ്ലി റോങ്. നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. ദൈവമേ, എന്നോട് ക്ഷമിക്കണേ, ഞാൻ ആരെയും വിമർശിക്കുകയല്ല, ഞാൻ നിങ്ങളെ സഹായിക്കുകയാണെന്ന് മനസ്സിലാക്കണം. നിങ്ങളെയും ഇത് കേൾക്കുന്നവരെല്ലാം ദൈവമേ, പരിശുദ്ധാത്മാവേ, ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ, ഞങ്ങൾക്ക് ആത്മീയമായ തീഷ്ണത നൽകണമേ. എല്ലാവരും സ്തുതിച്ചുകൊണ്ട് ആത്മീയമായ ജ്ഞാനം നൽകണമേ. ആത്മീയമായ ജ്ഞാനം നൽകണമേ. ആത്മീയമായ ജ്ഞാനം. ഈ ജീവിതത്തിന് വേണ്ടി മാത്രം ക്രിസ്തുവിൽ പ്രത്യാശ വയ്ക്കുന്നവരാണെങ്കിൽ നമ്മളെല്ലാവരെയും കാൾ നിർഭാഗ്യവാന്മാരാണ്. പ്രൈസ് ദി ലോർഡ്. ഇപ്പോൾ നമ്മൾ 7:14 ആയിട്ടുള്ളൂ. ഇനി 7:15 അതും വളരെ മനോഹരമാണ്. 7:15 ഒന്ന് വായിച്ചേ. ജ്ഞാനം 7:15. വിവേകത്തോടെ സംസാരിക്കാനും ദൈവദാനങ്ങൾക്കൊത്ത വിധം ചിന്തിക്കാനും ദൈവം എന്നെ അനുഗ്രഹിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. ഇത് വളരെ അത്യാവശ്യമുള്ളൊരു കാര്യമാണ് ഇല്ലേ? നമ്മൾ എന്തോരം ശ്രമിച്ചാലും ചില സമയത്ത് ചില പൊട്ടത്തരങ്ങൾ നമ്മൾ വായെന്ന് വന്നു. ഇത് ഇത്രയും പ്രാർത്ഥിക്കണ എൻ്റെ അവസ്ഥ ഇത് തന്നെയാണ്. മറ്റേ കാർഡിനാൾ ന്യൂമാൻ പറഞ്ഞ മാതിരി ചില സമയത്ത് എന്തോരം പ്രാർത്ഥിച്ചു വന്നാലും നമ്മുടെ വായിൽ നിന്ന് വരുന്ന ചില വിവേകമില്ലാത്ത വാക്കുകൾ നമ്മൾക്കും പ്രയാസമാകും, കേട്ടവർക്കും പ്രയാസമാകും. അപ്പോൾ എന്തോരം പ്രാർത്ഥിച്ചാലാണ് സാധിക്കുക? ഒന്നെല്ലാവരും ഏറ്റു പറഞ്ഞ് വിവേകത്തോടെ സംസാരിക്കാൻ, ദൈവദാനങ്ങൾക്കൊത്ത് ചിന്തിക്കാൻ. ഒരു പക്ഷേ അത് മറിച്ച് വായിക്കാണ് നല്ലത്. ദൈവദാനങ്ങൾക്കൊത്ത് ചിന്തിക്കാനും വിവേകത്തോടെ സംസാരിക്കാനും. നമ്മളുടെ ചിന്തകൾ തന്നെ നമ്മുടെ വിളിക്കനുസരിച്ചുള്ളതായിരിക്കണം. ദൈവദാനം, നമ്മൾക്ക് ദൈവം തന്നിരിക്കുന്ന വിളി, ദൈവദാനത്തിനനുസരിച്ച് നമ്മൾ ചിന്തിക്കണം. അപ്പോൾ ജ്ഞാനം നമുക്ക് ലഭിച്ചാൽ മാത്രമേ ഇത് സാധിക്കുള്ളൂ. നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവേ, ഇതെനിക്ക് നൽകണമേ. വിവേകത്തോടെ സംസാരിക്കാനും ദൈവദാനങ്ങൾക്കൊത്ത് ചിന്തിക്കാനും പരിശുദ്ധാത്മാവേ സഹായിക്കണമേ. ജ്ഞാനമേ സഹായിക്കണമേ. ഇനി താഴെ പറയുന്ന ബാക്കി കാര്യങ്ങളിൽ ഒരു വാക്ക് മാത്രം നമുക്ക് തൽക്കാലം എടുത്താൽ മതി. ആത്മാക്കളുടെ ശക്തിയും മനുഷ്യൻ്റെ യുക്തിയും. കണ്ടോ? അതെവിടെയാണ്? 7:14, 20 ഒന്ന് വായിച്ച്. 20. മൃഗങ്ങളുടെ പ്രകൃതവും വന്യമൃഗങ്ങളുടെ ശൗര്യവും ആത്മാക്കളുടെ ശക്തിയും മനുഷ്യരുടെ യുക്തിബോധവും സസ്യങ്ങളുടെ വിവിധത്വവും വേരുകളുടെ ഗുണവും തെറ്റുപറ്റാത്ത വിധം മനസ്സിലാക്കാൻ അവിടുന്നാണ് എനിക്ക് ഇടയാക്കിയത്. നിഗൂഢമായതും പ്രകടമായതും ഞാൻ പഠിച്ചു. ആ നിഗൂഢമായതും പ്രകടമായതിലേക്ക് പോകുന്നതിന് മുൻപ് ഇവിടെ എന്താണ് പറയുന്നത്? മൃഗങ്ങളുടെ പ്രകൃതവും അത് മൃഗങ്ങളൊന്നും ഇപ്പൊ നമുക്ക് തൽക്കാലം ആവശ്യമില്ല. മനുഷ്യന്റെ ആത്മാക്കളുടെ ശക്തിയും മനുഷ്യരുടെ യുക്തി. ഇത് രണ്ടും വലിയൊരു കാര്യമാണിത്. അതിനെ എളുപ്പം മനസ്സിലാക്കുന്ന രീതിയിൽ ഞാൻ ഇങ്ങനെ പറയാം. നമ്മുടെ തന്നെ യുക്തിയും നമ്മുടെ ആത്മാവിൻ്റെ ശക്തിയും. അപ്പോൾ ഒരു യുക്തിവാദിയാണെന്ന് ധരിച്ചു. അവൻ യുക്തിവാദി, ഭയങ്കരമായിട്ട് യുക്തിയാണ് അവൻ പറയണത്.
എന്നാൽ നമുക്ക് യുക്തിയൊന്നും വലുതില്ലെങ്കിലും നമ്മുടെ ആത്മാവിൻ്റെ ശക്തിക്ക് ഒരുവൻ്റെ യുക്തിയെ അകത്തേക്ക് പ്രവേശിക്കാൻ പറ്റും. നമ്മുടെ തന്നെ യുക്തിയുടെ ഉള്ളിലേക്ക് നമ്മുടെ ആത്മാവിൻ്റെ ശക്തിക്ക് പ്രസരിക്കാൻ പറ്റും. എന്നാൽ വൈസ് വേഴ്സ പറ്റില്ല. യുക്തിക്ക് നമ്മുടെ ആത്മാവിലേക്ക് പ്രവേശിക്കാൻ പറ്റില്ല. ഒരാളുടെ യുക്തിയുടെ ശക്തി കൊണ്ട് നമ്മുടെ ആത്മാവിലേക്ക് പ്രവേശിക്കാൻ പറ്റില്ല. എന്ന പോലെ തന്നെ നമ്മുടെ യുക്തി കൊണ്ട് നമ്മുടെ ആത്മാവിൻ്റെ അകത്ത് പ്രവേശിക്കാൻ പറ്റില്ല. നമ്മുടെ ആത്മാവിൻ്റെ ശക്തി കൊണ്ട് യുക്തിയിലേക്ക് പ്രവേശിക്കാൻ പറ്റും. പ്രൈസ് ദി ലോർഡ്. ഇത് വലിയൊരു പോയിന്റാണ്. ഇപ്പോൾ നമ്മൾക്ക് ഒരാൾ വന്ന് കുറേ യുക്തിവാദം തർക്കിക്കരുത്. ആ യുക്തിയുടെ അകത്തേക്ക് നമ്മുടെ ആത്മാവിൽ നിന്ന് ജ്ഞാനം കൊടുക്കുകയാണെങ്കിൽ അവൻ്റെ യുക്തി പ്രകാശിക്കപ്പെടും. യുക്തി പ്രകാശിക്കപ്പെടുമ്പോൾ അവൻ കൺവെർട്ടാവും. അപ്പോൾ അവൻ മാനസാന്തരാവും. ആത്മാവിൻ്റെ ശക്തിയും മനുഷ്യന്റെ യുക്തിബോധവും സസ്യങ്ങളുടെ വിവിധത്വവും. അപ്പോൾ ഇത് ജ്ഞാനമാണ്. നമ്മുടെ ആത്മാവിൻ്റെ ശക്തി എന്താണെന്നും നമ്മുടെ യുക്തിബോധം എന്താണെന്നും ഉള്ള അറിവും യുക്തിയെ എങ്ങനെ കീഴടക്കാം അഥവാ യുക്തിയെ എങ്ങനെ പ്രകാശിപ്പിക്കാം ആത്മാവിൻ്റെ ശക്തി കൊണ്ട് ഒരുവൻ്റെ യുക്തിയെ പ്രകാശിപ്പിക്കാം എന്ന് പറയുന്നതായിരിക്കും കുറച്ചും കൂടി സോഫ്റ്റ് വേർഡ്. ഓക്കെ, ഇനി നമുക്ക് അതിൻ്റെ അവസാനം പറയുന്നത് എന്താണ്? നിഗൂഢമായതും പ്രകടമായതും ഞാൻ പഠിച്ചു. അപ്പോൾ ഇതാണ് ഇനി നമ്മൾ ദൈവരാജ്യത്തിൻ്റെ രഹസ്യങ്ങളിലേക്ക് വരുമ്പോൾ ഉപയോഗിക്കേണ്ട ഒരു ടൂൾ. ദൈവരാജ്യത്തിൻ്റെ രഹസ്യങ്ങൾ നിഗൂഢമാണ്. എന്നാൽ ആ നിഗൂഢമായതിനെ പ്രകടമാക്കാൻ ജ്ഞാനത്തിന് സാധിക്കും. ദൈവിക ജ്ഞാനത്തിന് മാത്രമേ സാധിക്കുകയുള്ളൂ. ദൈവത്തിൻ്റെ നിഗൂഢ രഹസ്യങ്ങൾ വരെ പരിശുദ്ധാത്മാവ് ദൈവിക ജ്ഞാനത്തിലൂടെ കണ്ടെത്തി നമുക്ക് വെളിപ്പെടുത്തി തരുന്നു. എന്ന് പറഞ്ഞാൽ നമുക്ക് പ്രകടമാക്കി തരുന്നു, വെളിവാക്കി തരുന്നു. ഒന്നെല്ലാവരും വായിച്ചതൊന്നുകൂടി. നിഗൂഢമായതും പ്രകടമായതും ഞാൻ പഠിച്ചു. പ്രൈസ് ദി ലോർഡ്. ഒന്ന് സ്തുതിച്ച്, ഒന്ന് ദാഹിച്ച് പ്രാർത്ഥിച്ച്. പരിശുദ്ധാത്മാവേ, ഒന്ന് എഴുന്നേറ്റ് നിന്ന് പ്രാർത്ഥിച്ചേ. എല്ലാവരും ഒന്ന് എഴുന്നേറ്റ് നിന്ന് ഒന്ന് സ്തുതിച്ച് ജ്ഞാനം നൽകണമേ. നിഗൂഢമായതും പ്രകടമാക്കുന്ന ജ്ഞാനം നൽകണമേ. നിഗൂഢമായതും പ്രകടമായതും ഞങ്ങളിലേക്ക് പകരുന്ന ജ്ഞാനമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എല്ലാവരും ശബ്ദം ഉയരട്ടെ, ഹൃദയം തുറക്കട്ടെ. നിഗൂഢമായതും പ്രകടമായതും ഞങ്ങൾക്ക് നൽകണമേ പരിശുദ്ധാത്മാവേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. പ്രൈസ് ദി ലോർഡ്. ഇരിക്കാം. സമയം പോയതറിഞ്ഞില്ലപ്പാ. ഇരിക്കാം. ഇനി ഒരാറ്റം ബോംബാണ് അടുത്ത് വരാൻ പോണത്. ഇത് ഭയങ്കര ഒരു സാധനമാണ്. 7, 22, 23. ഇതിൽ 21 പ്രോപ്പർട്ടീസ് ഉണ്ട്. ജ്ഞാനത്തിൻ്റെ 21 പ്രോപ്പർട്ടീസ് ഒറ്റ വചനത്തിൽ എഴുതിയിരിക്കുകയാണ്. ജോൺ പോൾ രണ്ടാമൻ പരിശുദ്ധാത്മാവിനെ കുറിച്ച് നൽകിയ പ്രബോധനങ്ങളിൽ ഒരിടത്ത് എടുത്തു പറഞ്ഞിരിക്കുകയാണ്, പരിശുദ്ധാത്മാവിൻ്റെ ഏറ്റവും വലിയ ദാനമായ ജ്ഞാനം. എന്നിട്ട് ഈ വചനം ഉദ്ധരിച്ചുകൊണ്ട് പറയാണ് 21 പ്രോപ്പർട്ടീസ് അതിനുണ്ടെന്ന് ജ്ഞാനത്തിൻ്റെ. അപ്പോൾ ഈ 7, 22, 23 വായിച്ചോ. 22 എന്താ പറഞ്ഞിരിക്കുന്നത്? സകലതും രൂപപ്പെടുത്തുന്ന ജ്ഞാനമാണ് എന്നെ അഭ്യസിപ്പിച്ചത്. ഒന്നെല്ലാവരും ഉച്ചത്തിലേറ്റ് പറഞ്ഞു. സകലതും രൂപപ്പെടുത്തുന്ന ജ്ഞാനമാണ് എന്നെ അഭ്യസിപ്പിച്ചത്. ഇപ്പൊ ഫോർമേഷനുള്ള മിസ്ട്രസ്മാരുണ്ടെങ്കിൽ ഇത് പോരെ. ഇനി ഇവരെയൊക്കെ ശരിയാക്കി എടുക്കണ്ടേ? ഫോർമേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? രൂപപ്പെടുത്തൽ. ആര് രൂപപ്പെടുത്തണം? നമ്മൾ രൂപപ്പെടുത്തിയാലാട്ടെ ഇവർ മാറിക്കിട്ടുമോ?
പരിശുദ്ധാത്മാവ് ജ്ഞാനത്തിലൂടെ രൂപപ്പെടുത്തും, സകലതും രൂപപ്പെടുത്തും. അപ്പം നമ്മുടെ ഫോർമീസിനെ അതിനകത്ത് ഉൾപ്പെടുത്തിക്കൂടെ? സുപ്പീരിയേഴ്സിനെ ഉൾപ്പെടുത്താം, അവരെയും ചിലപ്പോൾ രൂപപ്പെടുത്തേണ്ട ആവശ്യം ഉണ്ടാവുമായിരിക്കും. എന്ന് മാത്രമല്ല, എല്ലാവരെയും, എന്ത് അവസ്ഥയെയും, കോൺവെന്റിനെ തന്നെയും അല്ലെങ്കിൽ ഏത് രാജ്യത്തെയും രൂപപ്പെടുത്തുന്ന. ഇനി 23 നോക്കിക്കോ, അതിനകത്ത് 21 ഐറ്റംസാണുള്ളത്. ഓരോന്നെടുത്ത് വായിച്ചേ, സാവധാനം വായിച്ചേ. അവളുടെ ചൈതന്യം വിവേകമുള്ളതും. കണ്ടോ? നമ്പർ 1, 1 വിവേകമുള്ളതും വിശുദ്ധവും, 2 വിശുദ്ധവും, അതുല്യവും, 3 അതുല്യവും, ബഹുമുഖവും, 4 ബഹുമുഖവും, സൂക്ഷ്മവും, 5 സൂക്ഷ്മവും, ചലനാത്മകവും, 6 ചലനാത്മകവും, സ്പഷ്ടവും, 7 സ്പഷ്ടവും, നിർമ്മലവും, 8 നിർമ്മലവും, വ്യതിരക്തവും, 9 വ്യതിരിക്തവും, ക്ഷതമേൽക്കാനാവാത്തതും, 10 ക്ഷതമേൽക്കാനാവാത്തതും, നന്മയെ സ്നേഹിക്കുന്നതിന് 11 നന്മയെ സ്നേഹിക്കുന്നതും, തീഷ്ണവും, 12 തീഷ്ണവും, അപ്രതിരോധ്യവും, 13 അപ്രതിരോധ്യവും, ഉപകാരപ്രദവും, 14 ഉപകാരപ്രദവും, ആർദ്രവും, 15 ആർദ്രവും, സ്ഥിരവും, 16 സ്ഥിരവും, ഭദ്രവും, 17 ഭദ്രവും, ഉത്കണ്ഠയിൽ നിന്ന് 18 ഉത്കണ്ഠയിൽ നിന്ന് മുക്തവും, സർവശക്തവും, 19 സർവശക്തവും, സകലത്തെയും 20 സകലത്തെയും നിയന്ത്രിക്കുന്നതും, ബുദ്ധിയും 21 ബുദ്ധിയും നൈർമല്യവും സൂക്ഷ്മതയുമുള്ള ചേതനയിൽ ചൂഴ്ന്നിറങ്ങുന്നതുമാണ്. 21 പ്രോപ്പർട്ടീസ്. ഇതാണ് ജ്ഞാനം. ഇപ്പോൾ വെളുപ്പിന് 4 മണിക്ക് ഞാൻ പ്രാർത്ഥിക്കണത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഈ ഒരു വചനത്തിൽ ഒരെണ്ണം എടുക്കുള്ളൂ. ഈ ഒരു വചനത്തിൻ്റെ ഒരു ഭാഗം എടുത്തുകൊണ്ട് കുറേ നേരം, കർത്താവേ എന്നിലങ്ങ് ചൂഴ്ന്നിറങ്ങണമേ, ആ ജ്ഞാനം എനിക്ക് നൽകണേ. അത് കഴിഞ്ഞിട്ട് 25-ാമത്തെ വചനത്തിൽ പറയുകയാണ്, ദൈവശക്തിയുടെ ശ്വാസവും സർവശക്തന്റെ മഹത്വത്തിന്റെ ശുദ്ധമായ നിസ്സരണവുമാണ്. മലിനമായ ഒന്നിനും അവളിൽ പ്രവേശനമില്ല. കണ്ടോ? വീണ്ടും അടുത്ത് വരണം, സകലതും അവൾ നവീകരിക്കുന്നു. അതെത്രയാ? ഏകയെങ്കിലും സകലതും അവൾക്ക് സാധ്യമാണ്. മാറ്റത്തിന് അധീനയാകാതെ അവൾ സർവവും നവീകരിക്കുന്നു. ഓരോ തലമുറയിലുമുള്ള വിശുദ്ധ ചേതനകളിൽ പ്രവേശിക്കുന്നു. അവരെ ദൈവമിത്രങ്ങളും പ്രവാചകരുമാക്കുന്നു. ദൈവം എന്തിനേക്കാൾ ഉപരി ജ്ഞാനികളെ സ്നേഹിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. എത്ര വൈകി ദൈവമേ നിന്നെ അറിയുവാൻ. ശരിക്കും ഞാനിത് വർഷങ്ങൾക്ക് മുമ്പ് അറിഞ്ഞപ്പോൾ എനിക്കിത് തന്നെയായി, ദൈവമേ ഇതൊന്ന് എൻ്റെ അടുത്ത് നേരത്തെ കാണിച്ചത്. ഞാൻ ഈ ധ്യാനത്തിൽ ഇങ്ങനെ ധ്യാനത്തിൻ്റെ പുസ്തകം എന്ന് ഒരുപാട് പറയുകയെ. അപ്പോൾ ഒരു ധ്യാനം കഴിഞ്ഞപ്പോൾ ഒരു സിസ്റ്റർ ബൈബിള് കയ്യിലുണ്ട്, വന്നിട്ട് ബ്രദർ എവിടെയാ ജ്ഞാനത്തിൻ്റെ പുസ്തകം കിട്ടണേ, ഞാൻ ഉടനെ വാങ്ങിച്ചിട്ട് കാര്യമുള്ളൂ എന്ന് പറഞ്ഞു. ക്ഷമിക്കണം കേട്ടോ സിസ്റ്ററെ, എന്നോട് ക്ഷമിക്കണേ. ഞാൻ പുഞ്ചിരിച്ചു. തോമസ് പോൾ ചിരിക്കല്ലേട്ടാ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞ് ചിരിക്കല്ല, ആ ജ്ഞാനത്തിൻ്റെ പുസ്തകം നിങ്ങളുടെ ബൈബിളിൽ തന്നെയുണ്ട്. ബൈബിളിൻ്റെ അകത്ത് വേറെ പുസ്തകം ഉണ്ടെന്നോ? എനിക്ക് ഇപ്പോഴും അത് വിശ്വസിക്കാൻ പറ്റില്ല. ആ സിസ്റ്റർ പറയാണ്, അവരുടെ ഒരു ഹ്യൂമിലിറ്റിയും കൂടിയാണ്, അത്രയ്ക്ക് എളിമയാണെന്നും കൂടിയാണ്. സത്യം തോമസ് പോളെ, ഞാൻ അങ്ങനൊരു പുസ്തകം ബൈബിളിൽ കണ്ടിട്ടില്ല, വായിച്ചിട്ടില്ല.
എന്നാൽ ആ സിസ്റ്റർ ഒരു ഡോക്ടറും കൂടിയാണ്. നമ്മളെ അപ്പോൾ ഇതിൻ്റെ വ്യാപ്തി ഒന്ന് മനസ്സിലാക്കി നോക്കിയേ. അങ്ങനെ ഒരു ചിലപ്പോൾ അവരുടെ കയ്യിലുള്ള ബൈബിൾ പ്രൊട്ടസ്റ്റൻ്റ് ബൈബിൾ ആകാനായിരിക്കും ചിലപ്പോൾ. നമ്മൾ കത്തോലിക്ക ബൈബിൾ ഫോറിനിലൊക്കെ ഉള്ള സിസ്റ്റർമാർക്ക് ചിലപ്പോൾ അങ്ങനെ ആയിരിക്കും. അപ്പോൾ ഇങ്ങനെയാണ് നമ്മളുടെ സിസ്റ്റർമാരുടെ അവസ്ഥ. ഇതാണെങ്കിൽ സാധാരണ ആളുകളുടെ അവസ്ഥ എന്താ? ബൈബിൾ അവിടെ അൾമാരിയിലിരിക്കുന്നുണ്ട്. ആരെങ്കിലുമൊക്കെ വരുമ്പോൾ പൊടിയൊക്കെ തൊട്ടി ബൈബിൾ. ഇതിലിങ്ങനെ ജ്ഞാനത്തിൻ്റെ പുസ്തകം ഉണ്ടെന്നോ? ഇതിപ്പോൾ ഞാനിത് പറയുമ്പോൾ ഞാനൊക്കെ ഇത് എത്ര നാൾ കഴിഞ്ഞിട്ടാണ് വായിച്ചേക്കണേ. അപ്പോൾ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ഈ പുസ്തകത്തിൽ പഠിക്കാനുണ്ട്. ഒരുപാട് കാര്യങ്ങൾ നമുക്കിപ്പോൾ ഈശോയെ എഴുന്നള്ളിച്ച് വെച്ചുകൊണ്ട് ആ ജ്ഞാനത്തിൻ്റെ സിംഹാസനത്തിനെ സമീപിക്കാം. നമ്മൾ ഈ ആരാധന സമയത്ത് ഈ വചനങ്ങളിലെ ഓരോ കാര്യങ്ങളും എടുത്തു വെച്ച് പ്രാർത്ഥിക്കാൻ പോവുകയാണ്. ഇവിടെ 21 കാര്യം പറഞ്ഞിരിക്കുന്നത് ഓരോന്നും നമ്മൾ പ്രാർത്ഥിക്കും. നമ്മൾ പറയാണ്, കർത്താവേ, ഇതെല്ലാം ജ്ഞാനസ്നാനത്തിലൂടെ ഞങ്ങൾക്ക് ലഭിച്ചിട്ടുള്ളത് ഇന്ന് തുറക്കണം. പ്രൈസ് ദ ലോർഡ്. വരുവിൻ, നമുക്ക് എഴുന്നേക്കാം.